അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, 3ാം ക്ലാസ് താരീഖ് കൊല്ലപരീക്ഷ പേപ്പറാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ സെക്ഷനിൽ യോജിച്ചവ ചേർക്കാം, മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരുമ്പോൾ ചേർക്കലാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ആമിന ബേബി വഫാത്താകുമ്പോൾ അവരുടെ വയസ്സ് നമുക്കറിയാം 20 വയസ്സാണ്. അപ്പോൾ ഉത്തരം 20 ആണ്. 2, നമ്മുടെ നബിയുടെ കുടുംബം ഏതാണ്? ആൻസർ ഹാഷിം. ഓക്കെ. 3, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പത്നി വൈഫ് ആരാണ്? ഹാജറ ബേബി റളിയല്ലാഹു അൻഹ. 4, ആമിന ബീവിയുടെ പിതാവ് ആരാണ്? ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര് വഹബ്. ഓക്കെ. 5, ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ ഭാര്യയുടെ ഗോത്രം ഏതാണ്? ജുർഹും ഗോത്രമാണ് അല്ലേ. 6, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയുടെ പേര് ഹലീമ ബീബി റളിയല്ലാഹു അൻഹ. പോറ്റുമ്മ എന്ന് പറഞ്ഞാൽ മുലകൊടുത്ത ഉമ്മയാണ് അല്ലേ. അടുത്ത സെക്ഷന് പൂർത്തിയാക്കാം. ഇവിടെ കൊടുത്തുള്ള സെൻറ്റൻസ് അതിന് ബാക്കി കിതാബുകളിൽ നിന്ന് ആശയം ചോരാത്ത രീതിയിൽ എഴുതി കൊടുത്ത് പൂർത്തിയാക്കണം. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. ടോട്ടൽ 10 മാർക്ക് കിട്ടും. 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഓരോന്നിനും ഈ 2 മാർക്ക് വെച്ചിട്ട് 10 മാർക്കാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്, മടക്ക യാത്രയിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബേബി റളിയല്ലാഹു അൻഹക്ക് എന്താ നോക്കാം. അപ്പോൾ പേജ് നമ്പർ 20, അതായത് 6ാമത്തെ പാഠത്തിലാണ് ഇതുള്ളത്. അപ്പോൾ മടക്ക യാത്രയിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബേബിക്ക് രോഗം ബാധിച്ചു. അപ്പോൾ ആമിന ബേബിക്ക് രോഗം ബാധിച്ചു എന്നതാണ് ആൻസർ. അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, 2ാമത്തെ ക്വസ്റ്റ്യന്, അബ്ദുൽ മുത്തലിബ് മരണാസന്നനായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകാൻ അബൂ താലിബിനെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ ചുമതലപ്പെടുത്തി എന്നാണ്. ഉത്തരം പേജ് നമ്പർ 21 അബ്ദുൽ മുത്തലിബ് മരണാസന്നനായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകാനായി അബൂ താലിബിനെ ചുമതലപ്പെടുത്തി. ഇവിടെ ചുമതലപ്പെടുത്തി എന്നാണുള്ളത്. ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് മെയിനായിട്ട് വരുന്നത് അബൂ താലിബിനെ എന്നുള്ള ഈ ഒരു മെയിൻ പോയിന്റ് വരണം. അപ്പോൾ കംപ്ലീറ്റ് എഴുതി സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കിയാൽ പൂർണ്ണമായിട്ടുള്ള മാർക്ക് കിട്ടും. അല്ലെങ്കിൽ അബൂ താലിബ് എന്ന് മാത്രമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാർക്കിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പര അപ്പോൾ പേജ് നമ്പർ 14 ഉത്തരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പര പരിശുദ്ധമാണ്. അപ്പോൾ എന്താണ് ഉത്തരം എഴുതേണ്ടത്? പരിശുദ്ധമാണ് എന്നുള്ള ആ വാക്കാണ് അവിടെ പിന്നെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. എഴുതി കൊടുത്തിട്ടുള്ളവർക്ക് പൂർണ്ണമായിട്ട് മാർക്ക് കിട്ടും. ഇനി നല്ലതാണ്, പരിശുദ്ധമാണെന്നതിന് പകരം നല്ലതാണെന്ന് എഴുതി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാർക്ക് അതിന് കിതാബിലുള്ളത് പോലെ പിന്നെ എഴുതാത്തത് കൊണ്ട് അതിനനുസരിച്ച് മാർക്കിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യന്, 4ാമത്തെ ക്വസ്റ്റ്യന്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തിന് നേതൃത്വം നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ ബീവിയുമായിട്ട് വിവാഹത്തിന് നേതൃത്വം നൽകിയത് അത് ആരാണെന്നുള്ളതാണ് നമ്മളവിടെ എഴുതി കൊടുക്കുന്നത്. പേജ് നമ്പർ 22 അതിന് ആൻസർ വരുന്നത്. ആൻസർ, ഖദീജ ബീവിയുമായുള്ള നബിയുടെ വിവാഹത്തിന് നേതൃത്വം നൽകിയത് അബൂ താലിബ് ആയിരുന്നു. അബൂ താലിബ് എന്നെങ്കിലും എഴുതിയിട്ട് വെച്ചാൽ അതിൻ്റെ മാർക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അബൂ താലിബ് ആയിരുന്നു എന്നാണ് പൂർണ്ണമായിട്ടുള്ള ഉത്തരം. ഓക്കെ. നമ്മൾ ഒരു സെൻറ്റൻസ് പൂർത്തിയാക്കുന്ന സമയത്ത്, അതിൻ്റെ ഉത്തരം എഴുതുന്ന സമയത്ത് നമ്മൾ സെൻറ്റൻസ് എന്താക്കണം? പൂർത്തിയാക്കണം. ഓക്കെ. 5ാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം മുഅ്മിനാവുകയുള്ളൂ. അപ്പോൾ പേജ് നമ്പർ 5 അതിൻ്റെ ഉത്തരമുണ്ട്. പേജ് നമ്പർ 5 ഇവിടെ കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ. അപ്പോൾ പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ എന്നാണ് അതിൻ്റെ ഉത്തരം നമ്മൾ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ഭാഗം നോക്കാം. ചോദ്യം എന്താ? വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കുക. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ മക്കളുടെ എണ്ണം എത്രയാണ്? 5 ആണോ 6 ആണോ 7 ആണോ? അങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഉത്തരം പേജ് നമ്പർ 27 പിന്നെ ഈ ഭാഗത്ത് നമുക്ക് കാണാം. ഇവിടെ കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളിൽ 6 പേരുടെയും ഉമ്മ ഖദീജ ബീവിയാണ്. അപ്പോൾ ഉത്തരം എന്ത് മാത്രമാണ്? 6 എന്നാണ്. അപ്പോൾ ഇതിലുള്ളതുപോലെ പിന്നെ ഹർഫുകൾ കൊണ്ട് എഴുതാം, അല്ലെങ്കിൽ നമ്പേഴ്സ് കൊണ്ട് എഴുതാം. നമ്പർ കൊണ്ട് എഴുതലാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ, ഖദീജ ബീവിയുടെ സേവകൻ്റെ പേര്. ഷാം യാത്ര, ഖദീജ ബീവിക്ക് വേണ്ടിയിട്ട് അവരുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാമിലേക്ക് യാത്ര പോകുന്ന സമയത്ത് ഖദീജ ബീവിയുടെ ഒരു പിന്നെ സേവകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ആ സേവകൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് മൈസറത്തും ഉണ്ടായിരുന്നു. അപ്പോൾ പേരെന്താണ്? മൈസറ എന്നാണ്. മനസ്സിലായോ? മൈസറത്ത് എന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ പറയുന്നുണ്ട്, മറ്റൊരിക്കൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാമിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഖദീജ ബീവിയുടെ കച്ചവട ആവശ്യാർത്ഥമായിരുന്നു അത്. കൂടെ ഖദീജ ബീവിയുടെ സേവകൻ മൈസറത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഉത്തരം എന്താണ്? മൈസറ. ആ പേര് മാത്രം എഴുതി കൊടുത്താൽ മതി, മാർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യന്, ഹജറുൽ അസ്വദ് എവിടെ നിന്ന് ഇറക്കപ്പെട്ടു? ഹജറുൽ അസ്വദ് എവിടെ നിന്ന് ഇറക്കപ്പെട്ടു? പിന്നെ ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ ശിലയാണ്, സ്വർഗത്തിലെ കല്ലാണ് എന്ന് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമാണ്. അതിന് ആൻസർ വരുന്നത് പേജ് നമ്പർ 31 ഈ അവസാന ഭാഗത്ത്, സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് ഹജറുൽ അസ്വദ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ സ്വർഗം എന്നാണ് അതിൻ്റെ ആൻസർ. സ്വർഗം എഴുതി കൊടുത്ത ആൾക്ക് അതിൻ്റെ മാർക്ക് ഉണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യന്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വഹി ഇറങ്ങിയ സ്ഥലം മക്കാന്ന് ആണ് പലരുടെ ഉത്തരം. പക്ഷേ മക്കാന്ന് മാത്രം എഴുതിയാൽ പോരാ, അതിന് കൃത്യമായിട്ട് അതിൻ്റെ സ്ഥലം പറയുന്നുണ്ട്. പേജ് നമ്പർ 33 അതിൻ്റെ ആൻസർ നമുക്ക് കൃത്യമായിട്ട് കാണാം. എവിടെയാണ്? ജബലുന്നൂറിലെ ഇറാ ഗുഹയിലാണ്. ജബലുന്നൂറിലെ ഇറാ ഗുഹയിലാണ് എന്താക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ബോക്സ് പിന്നെ അവസാന ഭാഗത്ത് ആദ്യം പിന്നെ ജബലുന്നൂറിലെ ഇറാ ഗുഹയെ കുറിച്ചിട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ ഈ ഗുഹയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹി ഇറങ്ങിയത്. അപ്പോൾ ഇറാ ഗുഹ എന്നും ജബലുന്നൂറെന്നും എഴുതണം. അപ്പോൾ ജബലുന്നൂറിലെ ഇറാ ഗുഹയിൽ വെച്ചെന്ന് എഴുതിയാൽ പൂർണ്ണമായിട്ട് മാർക്ക് കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ഇനി ഇറാ ഗുഹ എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല, ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം 4 ക്വസ്റ്റ്യനാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്താൽ 2 മാർക്ക് കിട്ടും. ടോട്ടൽ 8 മാർക്കാണ് കിട്ടുക. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. നാലാമത്തെ സെക്ഷന് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്? നബിമാർ ആരാകുന്നു? ആരാണ് നബിമാർ? നബിമാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പരീക്ഷയിൽ, ഇന്നലത്തെ പരീക്ഷ അക്കീദിൻ്റെ പരീക്ഷയിൽ നമ്മൾ പഠിച്ചതാണ്. അക്കീദിൻ്റെ കിതാബിലും പറയുന്നുണ്ട്, താരീഖിലും പറയുന്നുണ്ട് ആരാണ് നബിമാർ എന്നുള്ളത്. പേജ് നമ്പർ 36 താരീഖിൽ അത് പിന്നെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകത്വം, നബിയുടെ വഹിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ആ പാഠത്തിൽ അവസാനത്തെ പേജിൽ ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ആരാണ് നബിമാർ. നബിമാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ച മനുഷ്യരാണ് നബിമാർ. ഇതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ച മനുഷ്യരാണ് നബിമാർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മക്ക നഗരത്തിൻ്റെ മറ്റു 2 പേരുകൾ ഏവ? മക്കയുടെ മറ്റ് 2 പേരുകൾ ഏവ? നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ആൻസർ അറിയുന്ന കാര്യമാണ്. ഒന്ന് മക്ക പോലുള്ളൊരു പേരാണ് അല്ലേ, എന്താണ്? ഒന്ന് ബക്ക, മറ്റേ പേര് ഉമ്മൽ ഖുറ. അത് പേജ് നമ്പർ 8 നമ്മൾ പഠിക്കുന്നുണ്ട്. പേജ് നമ്പർ 8 നമുക്ക് എടുത്ത് നോക്കാം. പേജ് നമ്പർ 8 അവസാനത്തെ പോയിൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. മക്ക നഗരത്തിന് ബക്ക എന്നും ഉമ്മൽ ഖുറ എന്നും പേരുണ്ട്. അപ്പം ബക്ക, ഉമ്മൽ ഖുറ, ഈ 2 പേരുകളാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യന് അള്ളാഹു ഒരിക്കലും താങ്കളെ പ്രയാസപ്പെടുത്തുകയില്ല. ഇത് ആരോട് പറഞ്ഞതാണ്? അള്ളാഹു ഒരിക്കലും താങ്കളെ പ്രയാസപ്പെടുത്തുകയില്ല. ഇത് ആരോട് പറഞ്ഞതാണ്? ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു വാക്യം ആരാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? ഇത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കിട്ടിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്തുൽ അലഖ് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നുള്ള ആയത്തുകളൊക്കെ ഓതി കൊടുത്തു. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ ഹിറാ ഗുഹയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ വളരെ പേടിയോട് കൂടിയിട്ട് പിന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഭയന്ന് വിറക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? ഹിറാ ഗുഹയിൽ നിന്ന് ഭയന്ന് വിറച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ അടുക്കലെത്തിയത്. എന്നിട്ട് നബി പറയാണ്, ജമ്മിലൂനി എന്നെ പുതപ്പിട്ട് മൂടോ എന്ന് പറയാണ്. അപ്പോൾ ഈ സമയത്താണ് പിന്നെ ആശ്വാസമായിക്കൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബിയെ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, അള്ളാഹു ഒരിക്കലും താങ്കളെ പ്രയാസപ്പെടുത്തുകയില്ല. അപ്പോൾ ആരാണ് പറഞ്ഞത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആരോടാണ് പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആരോട് പറഞ്ഞെന്നാൽ വളരെ കൃത്യമായിട്ട് എഴുതണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. 2 ആളുടെ പേരും ഇതിൽ എന്താണ് ഉത്തരത്തിൽ. അടുത്ത ചോദ്യം 4. ജിബ്രീൽ അലൈഹിസ്സലാമിന് ഏൽപ്പിക്കപ്പെട്ട ചുമതല എന്താണ്? മലക്കുകളുടെ ചുമതല ഇന്നലത്തെ പരീക്ഷ അക്കീദയുടെ കിതാബിൽ നമ്മൾ പിന്നെ മലക്കുകളുടെ ചുമതല പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ കിതാബിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അതായത് പേജ് നമ്പർ 36 ജിബ്രീൽ അലൈഹിസ്സലാം എന്നുള്ള ബോക്സ് കൊടുത്തിട്ടുണ്ട്. നബിമാർക്ക് വഹി എത്തിച്ച് കൊടുക്കാൻ ചുമതലപ്പെട്ട മലക്കാണ്. അപ്പോൾ വഹി എത്തിച്ച് കൊടുക്കൽ എന്ന് എഴുതിയാൽ മതി. വഹി എത്തിച്ച് കൊടുക്കൽ എന്ന് എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. 4 ക്വസ്റ്റ്യൻ ആണുള്ളത്. ടോട്ടൽ 12 മാർക്കാണ് ഈ ഭാഗത്തിനുള്ളത്. ഇനി അടുത്ത സെക്ഷന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത് കഅബയുടെ പുനർനിർമ്മാണത്തിൽ പങ്കാളിയായപ്പോൾ, കഅബ പുനർനിർമ്മിക്കുന്ന സമയത്ത് പിന്നെ അതായത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് കഅബക്ക് കേടുപാടുകൾ ഉണ്ടായല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സമയത്ത്. അപ്പോൾ ആ സമയത്ത് പിന്നെ കഅബ പുനർനിർമ്മിക്കാൻ മക്കക്കാർ തീരുമാനിച്ചു. ആ സമയത്ത് നബിയും അതിൽ പങ്കാളിയായിട്ടുണ്ട്. പിന്നെ നമ്പർ 29 നമുക്കത് കാണാം. അപ്പോൾ 35 വയസ്സായിരുന്നു ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉത്തരം എന്താണ്? 35 എന്നാണ് എഴുതേണ്ടത്. ഇവിടെ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാം വയസ്സിലാണ് ഇത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാം വയസ്സിലാണിത്. ഈ സംഭവം കഅബയുമായി ബന്ധപ്പെട്ട, കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പിന്നെ കാര്യങ്ങളുള്ള സ്ഥലത്തുള്ള കൊടുത്തതാണ്. ഈ ഭാഗത്ത് നമ്മൾ നോക്കിയാൽ മതി. 35-ാമത്തെ വയസ്സിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. നുബുവത്ത് ലഭിച്ചപ്പോൾ നബിയുടെ വയസ്സ് എത്ര? നുബുവത്ത് ലഭിച്ചപ്പോൾ നമുക്കറിയാം 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകന്മാർക്ക് നുബുവത്ത് ലഭിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നുബുവത്ത് ലഭിക്കുന്നതും ആ വയസ്സിൽ തന്നെയാണ്, 40-ാമത്തെ വയസ്സിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് പേജ് നമ്പർ 36 അത് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചത് പിന്നെ വഹിയൊക്കെ കിട്ടി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാന പോയിൻ്റായിട്ട് പറയുന്നു, അന്ന് 40 വയസ്സായിരുന്നു നബി തങ്ങളുടെ പ്രായം. അപ്പോൾ 40 വയസ്സെന്ന് എഴുതി കൊടുത്താൽ മതി. അത് ഇങ്ങനെ അക്ഷരത്തിൽ തന്നെ എഴുതണമെന്നില്ല, പിന്നെ നമ്പേഴ്സായിട്ടും എഴുതിയാൽ മതി. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റിന്, മാതാവ് ആമിന ബീവിക്കൊപ്പം മദീനയിലേക്ക് യാത്ര പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു? പേജ് നമ്പർ 19 അത് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വയസ്സായിരുന്നു? 6 വയസ്സായിരുന്നു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 6 വയസ്സുള്ള കാലമാണ് ആമിന ബീവി എന്താക്കി മദീനയിലേക്ക് പോയത്. ഇവിടെ പറയുന്നത് 6 വയസ്സുള്ള കാലം.
ആമിന ബേബി പൊന്നുമോനെയും കൊണ്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഓക്കെ, അപ്പോൾ 6 വയസ്സ് എന്നാണ് എൻ്റെ ഉത്തരം. അപ്പോൾ 6 എന്ന് എഴുതി കൊടുത്താൽ മതി. അടുത്തത്, ഖദീജ ബീവിയെ വിവാഹം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് എത്രയാണ്? 25-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ വിവാഹം ചെയ്തത്. ഓക്കെ, പേജ് നമ്പർ 27 അത് പറയുന്നുണ്ട്. ഇവിടെ കണ്ടോ നബിയുടെ കല്യാണ കാര്യങ്ങളൊക്കെ പറയുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25, ഖദീജ ബീവിക്ക് 40 വയസ്സായിരുന്നു. ഓക്കെ, അതാണ് എൻ്റെ ഉത്തരം. ഇനി അടുത്ത സെക്ഷന് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. വറഖത്ത് ബിൻ നൗഫൽ ഡേഷ് നന്നായി പഠിച്ചറിഞ്ഞ മഹാപണ്ഡിതനായിരുന്നു. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് പിന്നെ ഇങ്ങനൊരു സെൻറ്റൻസ് ചിലപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ എന്നുകൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ് നമ്മൾ കിതാബിൽ കാണില്ല. പക്ഷേ ഈ ഒരു ആശയത്തിലുള്ള ഒരു വാക്യം നമുക്ക് കിതാബിൽ കാണാൻ പറ്റും. പേജ് നമ്പർ 38 ഇവിടെ കണ്ടോ വറഖത്ത് ബിൻ നൗഫലിനെ കുറിച്ചിട്ട് പറയുന്ന പാരഗ്രാഫാണ്. അപ്പോൾ തൗറാത്തും ഇഞ്ചിയിലും നന്നായി പഠിച്ചറിഞ്ഞ മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. ഇവിടെ വറഖത്ത് ബിൻ നൗഫലിന് തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് പിന്നെ ഇത് വറഖത്ത് ബിൻ നൗഫലിന് കൊടുത്തിട്ടുള്ളത് അത് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന പാരഗ്രാഫാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് തൗറാത്തും ഇഞ്ചിയിലും, ഈ 2 കിതാബുകളുടെ പേരാണ് നമ്മൾ എന്താക്കേണ്ടത് ഇവിടെ എഴുതേണ്ടത്. തൗറാത്തും ഇഞ്ചിയിലും നന്നായി പഠിച്ചറിഞ്ഞ മഹാപണ്ഡിതനായിരുന്നു. ബാക്കിയെല്ലാം കിതാബിലുള്ളത് പോലെ തന്നെയാണുള്ളത്. ഓക്കെ, പിന്നെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ക്രമത്തിലാക്കാം. അപ്പോൾ ഇതൊരു ബൈത്താണ്. ഈ പരീക്ഷയിലെ പ്രത്യേകം പറഞ്ഞാൽ ബൈത്തുകൾ അതിൽ അധിക പിന്നെ സബ്ജക്റ്റിന് ബൈത്തുകൾ ഉണ്ടായിരുന്നു. ആ ബൈത്തുകൾ ക്രമത്തിലാക്കാനായിരുന്നു പല സബ്ജക്റ്റുകളിൽ നമുക്ക് ക്വസ്റ്റനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ ചൊല്ലി പഠിച്ച ഒരു ബൈത്ത് തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഈ ഒരു ഉത്തരം വളരെ സിമ്പിളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു അതിന് ഉത്തരം ഇതാണ്: അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വ ഹാഷിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ്. ഈ ഒരു പാട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഇവിടെ ക്രമീകരിച്ചിട്ട് എഴുതാണ്ട്. ഇതിന് 4 മാർക്കാണ്. ടോട്ടൽ 50 മാർക്കിനാണ് സാധാരണ എല്ലാ വിഷയങ്ങളിലുള്ള പോലെ. അപ്പോൾ ഇന്നത്തെ കൊല്ല പരീക്ഷൻ്റെ താരീഖിൻ്റെ പരീക്ഷ പേപ്പർ ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നാണ് 3ാം ക്ലാസ്സിലെ അവസാനത്തെ പരീക്ഷ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെ വിജയിപ്പിക്കട്ടെ. ഇനിയും നല്ല രീതിയിൽ പഠിക്കാനും പഠിച്ചതുപോലെ പ്രവർത്തിക്കാനും ഓർമ്മകളിൽ വെക്കാനും ഓർമ്മകൾ പുതുക്കാനും അള്ളാഹു നമ്മുടെ മക്കൾക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിലും ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരട്ടെ. ആമീൻ. നിങ്ങൾ ദുആ ചെയ്യുക. എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടും എന്താക്കുക ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. റഹ്മത്തുക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.